കേരള നിയമസഭയിലേക്കുള്ള ഒരു തീപാറുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വേദിയായിരിക്കുന്ന കേരളത്തിൽ ഏതാണ്ട് പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. കലാശക്കൊട്ടയൊക്കെ കഴിഞ്ഞിനിയും വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. അതിനിടയ്ക്കാണ് വളരെ അപ്രതീക്ഷിതമായി ഇപ്പോൾ നിയമസഭാ അംഗമായിരിക്കുന്ന ഡോക്ടർ മാത്യു കുഴൽനാടൻ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ബോംബ് എന്ന രീതിയിൽ ഒരെണ്ണം പൊട്ടിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ വൈദ്യുത വകുപ്പിൻ്റെ ചുമതലയുള്ള ശ്രീമാൻ കെ കൃഷ്ണൻകുട്ടി നടത്തിയതായ ഒരു ഫോൺ സംഭാഷണമാണ്. ആ സംഭാഷണം നടന്നത് കേരളത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു വലിയ ജലപ്രളയം ഉണ്ടായ 2018 നടന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 2018 പ്രളയത്തിൻ്റെ ദുരന്തം ഇന്നും പല ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ചെങ്ങന്നൂർ പോലെയുള്ള മേഖലകളിലുള്ള ആളുകളുടെ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായി. പ്രായാധിക്യമുള്ള ആളുകളെ ചുമലിലൊക്കെ ഏറ്റിക്കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായതായി കേരളത്തിലെ സമൂഹം ഇപ്പോഴും വളരെയേറെ ഉത്കണ്ഠയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതിനിടയിലാണ് നടന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഒരു സംഭാഷണം ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ 2018 നടന്ന ഏറ്റവും വലിയ പ്രളയം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത പ്രളയമായിരുന്നു. എത്രയൊരു ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഭയാനകമായൊരു വാർത്തയാണ് അതിൽ വരുന്നത്. മനുഷ്യരുടെ പിടിപ്പുകേട് കൊണ്ടുണ്ടായ ഒരു പ്രളയമായിരുന്നു, അല്ലാതെ പ്രകൃതി ഉണ്ടാക്കിയ ഒരു പ്രളയമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണ്. അതിനെ ശ്രീമാൻ മാത്യു കുഴൽനാടൻ ഉദ്ധരിക്കുന്നത് ശ്രീ കെ കൃഷ്ണൻകുട്ടി തൻ്റെ സഹമന്ത്രിയായിരുന്ന ആ സമയത്ത് ജലസേചന വകുപ്പിൻ്റെ ചുമതലയുള്ള തൻ്റെ പാർട്ടിയിൽപ്പെട്ട ശ്രീമാൻ മാത്യു ടി തോമസിൻ്റെ ചില നടപടികളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഫോൺ സംഭാഷണത്തിൽ പറയുന്ന അങ്ങനെ വലിയ വിശുദ്ധനൊന്നും ചമയേണ്ട ആവശ്യമില്ല എന്ന് തൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ച് പരോക്ഷമായി പറയുമ്പോൾ ശ്രീ മാത്യു തോമസിൻ്റെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചകൾ ബോധപൂർവമായി എടുത്ത ചില തീരുമാനങ്ങളാണ് ഈ പ്രളയത്തിന് കാരണമെന്ന് കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആളുകൾ ഞെട്ടുകയാണ്. ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് ആളുകൾ വിമുഖരായിട്ടില്ല. ശ്രീമാൻ കെ കൃഷ്ണൻകുട്ടി പറയുന്നത് യഥാസമയം ഈ പെരിങ്ങൽകുത്ത് ഡാം, അതുപോലെ ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുടങ്ങിയവ തുറന്നിരുന്നെങ്കിൽ അവസാന നിമിഷം ഇതെല്ലാം കൂടെ തുറന്നാണ് ഈ വെള്ളം ഇത്രയും അധികം പുറത്തേക്ക് വിട്ടതുകൊണ്ടാണ് ചെങ്ങന്നൂർ പോലെയുള്ള മേഖലകളൊക്കെ വെള്ളത്തിനടിയിലായത് എന്ന ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വസ്തുതയാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമായി പറയുന്നത് ഈ ഡാം തുറന്നു വിട്ടാൽ താഴെ മണൽ പരപ്പുകളൊക്കെ വെള്ളം കയറി നിറയും. ആ മണൽ പരപ്പിൽ നിന്നൊക്കെ മണൽ വാരുന്നതിനായി കോടിക്കണക്കിന് രൂപ കോൺട്രാക്റ്റ് കൊടുത്തിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തരത്തിൽ ഒരു അവസരമുണ്ടായത്. അതുകൊണ്ട് ആ മണൽ വാരൽ കോൺട്രാക്ടറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഡാം തക്ക സമയത്ത് തുറക്കാതിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വലിയ പ്രളയമുണ്ടായത്. അവസാനം ഈ ഡാമുകളൊക്കെ തുറക്കുകയും പെരിങ്ങൽകുത്ത് പോലെയുള്ള ഡാം തുറന്ന് ഉള്ള വെള്ളമെല്ലാം ഒരുമിച്ചൊഴുത്തുകതിൻ്റെ ഫലമായിട്ടാണ് മധ്യ തിരുവിതാംകൂറിലെ പുഞ്ച പ്രദേശങ്ങളൊക്കെ വീടുകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലായത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇത്രയും അതിഭീകരമായ ഒരു മനുഷ്യ ദുരന്തം ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദികൾ അതിന് മറുപടി പറഞ്ഞെങ്കിലേ മതിയാവുകയുള്ളൂ. ശ്രീമാൻ മാത്യു ടി തോമസ് ഇപ്പോഴും തിരുവല്ലയിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്രയും കാലം നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ സാമൂഹിക സേവനത്തിലോ പൊതുജന സേവനത്തിലോ തൃപ്തി അടയാതെ അദ്ദേഹം വീണ്ടും പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടെ മന്ത്രിയാകാൻ കൂടിയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ഊഴം വന്നു കഴിഞ്ഞാൽ പിണറായിയുടെ സർക്കാരിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 3ാം ഊഴം വരുമെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. പൊതുജനങ്ങൾക്കില്ലെങ്കിൽ പോലും അങ്ങനെ വന്നാൽ തനിക്ക് ഒരു വട്ടം കൂടെ മന്ത്രിയാകാം. ഒരുപക്ഷെ ജലസേചന വകുപ്പ് തന്നെ കിട്ടുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ സന്തോഷിക്കുമായിരിക്കാം. കാരണം മണ്ണ് വാരൽ സംഘവുമായി കോൺട്രാക്ടർമാരുമായി അദ്ദേഹത്തിന് പരോക്ഷമായി ബന്ധമുണ്ടായിരുന്നു. പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാലും അധികം പറ്റാവുകയില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീമാൻ മാത്യു കുഴൽനാടൻ അത് പുറത്തുവിട്ടിരിക്കുന്നു. കേരളത്തിലെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളൊക്കെ അത് ഇന്ന് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും
സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതായി വരും. ശ്രീ മാത്യു ടി തോമസിൻ്റെ പേരിലുള്ള എതിരെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ സീനിയർ നേതാവായിട്ടുള്ള ശ്രീമാൻ കെ കൃഷ്ണൻകുട്ടി ഉന്നയിച്ചതായിട്ടുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ടതായിട്ട് വരും. എന്തായാലും അദ്ദേഹത്തിന് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ സാധ്യതയൊന്നും ഉള്ളതായിട്ടല്ല പൊതുവെ കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടേണ്ടത്. അങ്ങനെ ആയാലും ഇല്ലെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ ഈ ഒരു വലിയ മനുഷ്യനിർമ്മിത ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യമല്ല. ഒരു പുതിയ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ യുക്തമായ അന്വേഷണം നടത്തുകയും ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാവുകയും ചെയ്യും. അതിന് കാലതാമസമൊന്നും ഇനിയും വേണ്ട. എന്തായാലും ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് കേരളത്തിലെ 2.72 കോടി ജനങ്ങൾ ഇതിനോടകം തീരുമാനമെടുത്തതായിട്ടാണ് സർവേ റിപ്പോർട്ടുകളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂചനകൾ. അങ്ങനെ ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ ദുരന്തമുണ്ടാക്കിയവരെയൊക്കെ മാതൃകാപരമായി നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ഈ ശ്രീ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്ന ഫോൺ സംഭാഷണം ശ്രീ മാത്യു ടി തോമസിനും അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ പാർട്ടി കണ്ടുപിടിച്ച് അതിനകത്ത് ഉള്ള ആളായിട്ടാണ്. ആ പാർട്ടിയുടെ പേര് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതുവരെ നല്ല പരിചയമായിട്ടില്ല. അവിടെ ആകെ 2 പ്രധാന നേതാക്കന്മാരുള്ളത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയും ശ്രീ മാത്യു ടി തോമസും. ശ്രീ മാത്യു ടി തോമസും ശ്രീ കെ കൃഷ്ണൻകുട്ടിയുമാണ്. കെ കൃഷ്ണൻകുട്ടി എന്തായാലും അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നില്ല. മാത്യു ടി തോമസ് വീണ്ടും മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വ്യക്തിത്വം, അദ്ദേഹം പണ്ട് ദേവഗൗഡയുടെ പാർട്ടിയുടെ പേരിലായിരുന്നു മന്ത്രിയായി MLA-മായി ഒക്കെ നിന്നത്. അത് ആകെക്കൂടെയുള്ള ഒരു ചുവട് മാറ്റം സന്ദർഭോചിതമായി നടത്തിയതിൻ്റെ റെക്കോർഡുമായിട്ടാണ് അദ്ദേഹം വീണ്ടും മത്സര രംഗത്ത് നിൽക്കുന്നത്. അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും MLA ആയാലും ഇല്ലെങ്കിലും അദ്ദേഹം MLA-യും മന്ത്രിയുമായിരുന്ന കാലത്ത് നടത്തിയതായിട്ടുള്ള ഇതുപോലെയുള്ള കൊടും പാതകങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടതായിട്ട് വരുമെന്നാണ് ഈ കുഴൽനാടൻ്റെ ഈ ഏറ്റവും ഒടുവിലെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. അന്ന് ശ്രീമാൻ മാത്യു ടി തോമസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇരട്ടച്ചങ്കൻ ശ്രീ പിണറായി വിജയൻ കൂടെ ഇതിന് ഒരു പക്ഷേ മറുപടി പറയേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത് കേട്ടപ്പോൾ ധരിച്ച് വശായിരിക്കുന്നത്.